അതെ, ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിലേക്ക് കത്തിക്കയറി വരുന്ന കാലം. കുഞ്ചാക്കോ ബോബൻ ഒന്ന് 7 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴാണ് മത്തായി ഡോക്ടർ മറ്റെല്ലാ ഡോക്ടർമാരെ പോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഡെലിവറി വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ച് വരാന്തയിലൂടെ ഇതുപോലെ ടെൻഷൻ അടിച്ച് നടന്നത്. നിങ്ങളാരാ മത്തായി? ഞാനാ. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. അത് നന്നായി. പെൺകുഞ്ഞു വല്ലതും ആയിരുന്നേ എന്ത് കഷ്ടപ്പാടാ. അവള് വളരും തോറും നെഞ്ചില് തീ കൂടി കൂടി വരും. കെട്ടിച്ചയക്കുന്നവര് ഉറക്കമെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇനി അവൾ അവസാനം വല്ലവരോടെ പോയാ പിന്നെ പറയുകയും വേണ്ട. ഒടുവിൽ വയസ്സാം കാലത്ത് വെച്ച് വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഇതാവുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾക്ക് പെൺകുട്ടിയാ. ദൈവത്തിന് വീണ്ടും സ്തുതി. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. ഇതെന്താ മെഗാ സീരിയലിന്റെ അനൗൺസ്മെന്റോ? എന്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. ഇതൊരല്പം പഴയ കഥയാ. ഈ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടില. അത്ര അങ്ങോട്ട് പിറകിലേക്ക് പോണ്ട. 1999 അത്ര ഉദ്ദേശിച്ചുള്ളൂ. അതെ, ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്. എന്റെ പേര് പൂജ മാത്യു. ഇതെന്റെ 10ാം ക്ലാസ്സിലെ കോല കേട്ടോ. ദേ ഈ ഫോട്ടോ. നേരത്തെ കാണിച്ച വീടില്ലേ, അതാ എന്റെ വീട്. ഇതെന്റെ മുറി. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടി ചെന്നിന്റെ കാലേ. ഇതാ എന്റെ പപ്പ മാത്യു ദേവസ്യ, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട മത്തായി ഡോക്ടർ. ഞാനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ പപ്പയ്ക്ക് വേറെ ആരും. ശ്രാവണചന്ദ്രിക പുഷ്പം ചൂടിയ ശ്യാമളഗാത്രിയാം രാത്രി നിന്റെ ചുരുൾമുടി. സ്വന്തമായിട്ട് പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുന്നതാണ് മൂപ്പരുടെ ഹോബി. പിന്നെ ഒരു ഡോക്ടറായ ഒരു മരുന്നെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കണോന്നാണ് പുള്ളി പറയാറ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ കൺസൾട്ടിംഗ് റൂമിൽ മൂപ്പര് ഒരു പരീക്ഷണശാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ആനി. ഇതാണ് എന്റെ അമ്മ. ആളൊരു കോളേജ് ലെക്ചററാ. ഒരു പാവ അമ്മ. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിൽ കുക്കിംഗ് കേൾക്കുന്നതേ കളിയും. സ്വന്തമായിട്ട് പുതിയ ഐറ്റംസ് ഉണ്ടാക്കി സ്വയം രുചിച്ചു നോക്കി നിർവൃതി അടയിലാണ് പുള്ളിക്കാരിയുടെ ഹോബി. കാലടുപ്പിച്ച് വയ്ക്കു വച്ചേ. ഞാനൊരു ആണായി ജനിക്കേണ്ടതായിരുന്നു അമ്മ എപ്പോഴും പറയും. എടി, പെമ്പിള്ളേര് ചൂളടിക്കത്തില്ല. പപ്പ പറയുന്നത് ഞാനൊരു ആൺകുട്ടിയെ പോലത്തെ പെൺകുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കടോ. അമ്മേ ഫുഡ്. നിനക്കെന്താ കൊച്ചെ കിച്ചണിൽ പോയെടുത്താല്? സോറി, കിച്ചൺ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഏരിയ. ഓ, ഒരു ആൺകുട്ടി. പോട്ടെ മത്തേ ഡോക്ടറെ.
എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളിന് എന്നെ കുറിച്ച് നല്ല മതിപ്പാ. മിസ്റ്റർ മത്തായിക്ക് ഞാൻ സ്കൂളിന്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു തരട്ടെ? എന്തിനാ ടീച്ചറെ? അല്ല, എന്നും ഇത്രയും ദൂരം ആ പഴയ വണ്ടി ഓടിച്ച് ഇവളുടെ പ്രശ്നം തീർക്കാൻ ഇവിടം വരെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുക. വികാരി അച്ഛനും അതെ. ഈ നിൽക്കുന്നത് ആരാന്നറിയോ മത്തായിക്ക്? എന്റെ മോള്. അല്ല, അന്ത്യക്രിസ്തു. അത് അന്ത്യക്രിസ്തു. അങ്ങനെ വലിയ മോശമില്ലാത്ത രീതിയിൽ തരികിടയായി പോകുമ്പോഴാണ് കുഞ്ചാക്കോ ബോബന്റെ നിറം റിലീസ് ആവുന്നത്. എല്ലാരും ചാക്കോച്ചന്റെ സുന്ദരമായ മുഖത്ത് നോക്കിയിരുന്നപ്പോ ഞാൻ നോക്കിയത് താഴേക്കാം. മെയിൻ റോഡിലേക്ക് ഇറക്കില്ലെന്ന് അന്തോണിസ് പുണ്യാളിനെ പിടിച്ച് സത്യം ചെയ്ത് പപ്പയോട് പറഞ്ഞ് ഞാനും വാങ്ങി ഒരു പേടപ്പൻ CBC. നീലാകാർക്കും പിലിവിരിക്കും പച്ചക്കൻ പോലെ. നീ എന്താ ബൈക്ക് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ ചിലപ്പം ബൈക്ക് ഓടിക്കും, ഗിയർ ഇടും, അങ്ങനെ കൈവിട്ട് ആവുന്ന പണിക്ക് പോയാ പോരെ മോളെ. അന്നത്തെ വീഴ്ച കൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ജൂലി ചേച്ചിയുടെ പെണ്ണ് കാണൽ എടുത്ത ഫോട്ടോയിൽ കാണാം എന്റെ നെറ്റിയിൽ ഒരു ബാൻഡേഡ്. റെഡി 1 2 3. ഇനി ഞാൻ അവിടെ പോയിട്ട് എടുക്കാം. വാ. പക്ഷെ അന്നാണ് ഞാൻ ലൈഫിൽ ഒരു വലിയ റിയാലിറ്റി മനസ്സിലാക്കിയത്. ഈ കല്യാണം ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. എന്റെ കർത്താവേ, ഇത് നടക്കും. നല്ല കുടുംബം മാത്രമല്ല, നമ്മൾ 200 പവന് 25 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കുന്നില്ലേ? 200 പവന് 25 ലക്ഷം രൂപയോ? ദൈവമേ, ആരാണോ എത്രയും രൂപ കൊടുത്ത് മേടിക്കുന്ന ഐറ്റം? ഹായ്. ജൂലി ചേച്ചിയുടെ ചെക്കനെ കണ്ടതോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. പെൺകുട്ടികൾക്ക് കല്യാണ കാര്യത്തില് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലെന്ന്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു നല്ല കുട്ടിയാണ്. പക്ഷെ എനിക്കൊരു കള്ളത്തരമുണ്ട്. ഇതെന്റെ ആന്റിയുടെ വീടാ, റേച്ചൽ ആന്റി. വൈൻ ആന്റിന്ന് ഞാൻ വിളിക്കും. ആന്റി ഒരു കിടിലൻ വൈൻ മേക്കറാ. വെറുതെ 10-20 ദിവസം കെട്ടിവെച്ചുണ്ടാക്കുന്ന വൈനല്ല. ഇപ്പൊ ഓർഡർ കൊടുത്ത ഒരു 4-5 വർഷത്തിന് ശേഷം ഡെലിവറി കിട്ടുന്ന സ്പെഷ്യൽ വൈൻസ്. മുന്തിരിയും പൈനാപ്പിളും എല്ലാം ഉണ്ട്. ആന്റി ഉണ്ടാക്കുന്ന എല്ലാ വൈനും ആദ്യം കുടിച്ചു നോക്കുന്ന ഞാനാ. ഞാൻ ആന്റിയുടെ ഒഫീഷ്യൽ വൈൻ ടേസ്റ്റർ. ആന്റി ആന്റിക്ക് എന്നെ വലിയ ഇഷ്ടം. എനിക്ക് ആന്റീനെ. ആന്റിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് ആന്റീനോടും ബെസ്റ്റ് ഫ്രണ്ട്സ്. അല്ലേലും നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം അത്രേ ഉള്ളൂ. കാണാൻ എത്ര ഭംഗിയുണ്ടായാലും എത്ര പഠിച്ചാലും ഒടുവിൽ കല്യാണക്കാര്യം വരുമ്പോ വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും ആളെ കെട്ടേണ്ടി വരും. ആന്റി അങ്കിളിനെ കണ്ടുപിടിച്ചത് ആദ്യം നമ്മുടെ വീട്ടുകാർക്കൊന്നും പിടിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരും ഹാപ്പി. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടുന്നതാ മോളെ നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കെട്ടുന്ന ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു. സ്കൂളിലെ ചെക്കന്മാരൊന്നും നമ്മുടെ ടൈപ്പല്ല. ഒന്നേല് പഠിപ്പിച്ചവൾ, അല്ലെങ്കിൽ വായി നോക്കിയവൾ. ഹായ് പൂജ. ആ പക്ഷെ ഒരാളുണ്ട്, ബി ഡിവിഷനിൽ യാർഡ്ലി. സെക്കൻഡ് നെയിം കുറച്ച് പഴഞ്ചനാ. അവരാ
യാഡ്ലി ആവറാണ്. പക്ഷെ ആള് കലക്കന. അങ്ങനെ യാഡ്ലി തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ച സമയത്ത് കൊച്ചവസേപ്പിച്ച ചില്ലിപ്പള്ളി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മൂപ്പിൽ കാക്കനാട് വീഗാലാൻഡ് തുടങ്ങി. എന്റെ സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂറും വെച്ചു. സാധാരണ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ചില ആമ്പിള്ളേർ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. യാഡ്ലി വന്നിരുന്നപ്പോഴും അങ്ങനെ എന്തെങ്കിലും കുത്തിക്കേട് കാണിക്കാനാണെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ചു തുടങ്ങി. ഹായ് പൂജ. ഹായ്. നൈസ് സോങ് അല്ലേ? പൂജയ്ക്ക് അറിയാലോ എൻ്റെ ഫാമിലിയെ. കളത്തിപ്പറമ്പിൽ എൻ്റെ അപ്പനും ഡോക്ടർ, പൂജയുടെ അപ്പനും ഡോക്ടർ. വലുതാവുമ്പോൾ ഞാൻ പഠിച്ച ഡോക്ടറാവും, പൂജയും പഠിച്ച ഡോക്ടറാവും. എനിക്ക് പൂജ ഇഷ്ടം. ഇപ്പൊ ഒന്നും പറയണ്ട, നല്ലപോലെ ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ശരി എന്നാ. ഓക്കേ. അളിയോ ചാകരയാണല്ലോ. ശമ്പോണന്റെ കളി നീ കണ്ടോ? ശമ്പോണൻ ഒന്ന് ശമ്പൂർണ്ണ മുത്താണ്. ശമ്പോണൻ രണ്ട്. നിങ്ങൾ പൂജ തന്നെയാട്ടാ. നീ ആരാന്നടി വിളിക്കുന്ന? ശമ്പോണന്റെ അടുത്താ നിന്റെ കളി. ചന്തിക്കുടി ചേരടാ. വേണ്ട ഏട്ടാ. ചന്തിക്കുടി ചേരടാ. ശമ്പൂർണ്ണ മൂഞ്ചി ഓടിക്കോടാ. ശമ്പോണനെ കൊണ്ടോടാ. പൂജ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെ, നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലി. യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി സോറി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കിടിലും ചേട്ടനെ കണ്ടു. അതാരായിരിക്കും എന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. പിറ്റേ ദിവസം ആ ചേട്ടനെ വീണ്ടും കണ്ടു. ഇവന്മാര് പോടാ. എന്താടാ വീട്ടിൽ പോടാ.
അന്ന് ആദ്യമായിട്ട് എനിക്ക് സ്കൂൾ ബസ് മിസ്സായി. ബസ് വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടനെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ അന്ന് തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. പപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. നോക്കിയ 3310, ഒരു അടിപൊളി ഫോൺ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായത് വേറൊരാൾക്കാ. ഹലോ, കൊടുക്കാം. ഇതാ എന്റെ ഫ്രണ്ട് നീതു. ഹലോ. ആ പറ ചക്കരെ, ഒരു മിനിറ്റ്. ഇതെന്റെ വേറെ ഫ്രണ്ട് ഡോണ. ഇവരാ എന്റെ ബെസ്റ്റ് ഗഡികൾ. ഇവൾ ഒരേ സമയം 3-4 പേരെ പ്രേമിക്കുമെങ്കിൽ ഇവൾ ഒരേ സമയം 3-4 മസാല ദോശ തിന്നും. ഇവരുടെ അടുത്തിരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു. നീ എന്തൊക്കെ ആലോചിക്കണേ? എനിക്ക് വിശക്കാൻ തുടങ്ങി പിന്നെയും. കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഇതെന്റെ കസിൻ ബ്രദർ കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. തല്ലുള്ളി, വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കുടുംബപ്പേരി കളയാൻ വേണ്ടി ഉണ്ടായവൻ എന്നൊക്കെ കാരണവന്മാര് പറയണ ഐറ്റം. ആളൊരു മുങ്ങൽ പൊങ്ങൽ വിദഗ്ധനാ. ഇടയ്ക്ക് തല്ലുള്ളി തരം കാണിക്കും, മുങ്ങും. പിന്നെ എല്ലാരും അത് മറന്നെന്ന് തോന്നുമ്പോ പൊങ്ങും. ആൾ ആദ്യം മുങ്ങിയത് എന്താന്ന് ചോദിച്ചാ ഓർമ്മ വന്നു. കാഞ്ഞാണി പണ്ട് അൾത്താര ബാലനായിരുന്ന കാലം. സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഇതൊരുമാതിരി എല്ലാ അൾത്താര ബാലന്മാരും ചെയ്യുന്ന പണിയാ. പക്ഷെ ആള് മുങ്ങിയത് ഇതിനല്ല. സഭയുടെ തലവനും ഞങ്ങളുടെ ജോർജ് മെത്രാന് വേണ്ടിയും കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഇടവകയിൽ മെത്രാനച്ചൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശനത്തിന് വന്നത്.